ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം. അങ്ങനെ നമ്മുടെ അലീനയെ ഇട്ട് പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ് ജയന്തി. വൈജയ്ക്കാണെങ്കിൽ അലീനയെ ഇഷ്ടമൊക്കെ ഉണ്ട്, പക്ഷെ ഒരു തരം വെറുപ്പും തോന്നുക മനസ്സിൽ. കാരണം സ്നേഹിക്കണോ ഇഷ്ടപ്പെടണോ എന്നൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല. അലീന ഏതോ പിഴച്ച സന്തതിയാണെന്നൊക്കെ ഓർത്തുകൊണ്ട നമ്മുടെ വൈജയ്ക്ക് ആകെ ദേഷ്യം. ഈ സമയം വൈജയുടെ പ്രവൃത്തിയൊക്കെ കണ്ട് അലീന മുറിയിൽ പോയി ഒരുപാട് വിഷമിക്കുക. കർത്താവേ, എന്തിനാ അമ്മ എന്നോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നേ? ഞാൻ അമ്മയോട് എന്ത് തെറ്റാ ചെയ്തത്? അമ്മയെ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞില്ലല്ലോ. അമ്മ പറയുന്നതെല്ലാം ഞാൻ അനുസരിക്കുന്നുണ്ട്. എൻ്റെ ഒരനിയത്തി മിടിക്കുക, അവൾക്ക് സ്നേഹമുണ്ട്, പക്ഷേ മറ്റവൾക്ക് അത്ര വലിയ സ്നേഹമൊന്നുമില്ല. എന്നാൽ രണ്ടനിയന്മാരും ആകെ വൃത്തികെട്ടവന്മാരാന്നാ തോന്നുന്നത് എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുക. മോളെന്താ ആലോചിക്കുന്നേ എന്നും മുത്തശ്ശി ചോദിക്കുക. ഏയ് ഒന്നുമില്ല മുത്തശ്ശി, ഞാൻ മുത്തശ്ശിയുടെ മോളെക്കുറിച്ചും പേരക്കുട്ടികളെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. എന്ത് രസമുള്ള കുടുംബം മുത്തശ്ശിയുടെ, സന്തോഷമൊക്കെ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുമല്ലേ. അല്ല, മുത്തശ്ശിയുടെ മോൾ എപ്പോഴും ഇങ്ങനെയാണോ? എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെട്ടുകൊണ്ടിരിക്കുമോ എന്നൊക്കെ ചോദിക്കുക. ഏയ് അവൾ ദേഷ്യപ്പെടുന്നൊന്നല്ല മോളെ, അവൾ അങ്ങനെയാ. അവളെ മോളോട് മാത്രമല്ല എന്നോടും അങ്ങനെയാ. എന്തിന്? അവൾ കൃഷ്ണ മോളോടും ബബിത മോളോടും ശരത്തിനോടും ഒക്കെ അങ്ങനെ തന്നെയാ. ഒരാളോടും സ്നേഹത്തോടെ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. സ്വന്തം ഭർത്താവിനോട് പോലും അവൾ അങ്ങനെയാ. പിന്നെ എല്ലാവർക്കും അവളെ അറിയാവുന്നതുകൊണ്ട് ആരും അത് കാര്യമായിട്ട് എടുക്കാറില്ല. ഇതിലെ കൂടെ കേട്ട് ഇതിലെ കൂടെ അങ്ങ് കളയും. അത് പോകെ പോകെ മോക്കും മനസ്സിലാവും. ഇവിടെ ഒരു വേലക്കാരിയില്ലേ കുഞ്ഞുമോള്, അവളുടെ കാര്യം പിന്നെ പറയണ്ട. നേരം വെളുത്താൽ തുടങ്ങും അവളെ ചീത്ത പറയാൻ. രാത്രി ഉറങ്ങുന്നത് വരെ അവളെ ചീത്ത പറഞ്ഞുകൊണ്ടേയിരിക്കും. പിന്നെ ആദ്യമൊക്കെ അവൾ കരഞ്ഞ് എൻ്റെ അടുത്ത് വന്നിട്ട് ഞാൻ പോകുന്നു എന്ന് പറയും. ഞാൻ അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഇവിടെ പിടിച്ചു നിർത്തും. അവൾ എങ്ങനെയുള്ളവളാണെന്ന് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും. പിന്നീട് പോകെ പോകെ വൈജയുടെ സ്വഭാവം കുഞ്ഞുമോക്കും മനസ്സിലായി. ഇപ്പം കുഞ്ഞുമോള് വൈജ എന്തെങ്കിലും പറഞ്ഞാൽ തിരിച്ച് നല്ല മറുപടി കൊടുക്കും. അതുകൊണ്ട് വൈജ വായടച്ചങ്ങ് പൊയ്ക്കോളും. അയ്യോ, അങ്ങനെയൊക്കെ പറയാമോ മുത്തശ്ശി? അതെന്താ പറഞ്ഞാൽ? ഒരു തെറ്റും ചെയ്യാതെ നമ്മളെ ഒരാൾ വഴക്ക് പറഞ്ഞാൽ തിരിച്ചു പറയുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല മോളെ. അതാ പറഞ്ഞത്. മോൾ എന്തെങ്കിലും അവൾ പറയുവാണെങ്കിൽ നല്ലത് തന്നെ തിരിച്ചു പറഞ്ഞോ. ഏയ് അതൊന്നും വേണ്ട മുത്തശ്ശി, പറയുന്നെങ്കിൽ പറഞ്ഞോട്ടെ, അതൊക്കെ ഞാൻ കേട്ടോളാം. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. പിന്നെ തെറ്റൊന്നും ചെയ്യാതെ എന്നെ മാഡം പറയുമ്പോൾ എനിക്ക് നല്ല സങ്കടം ഇല്ലയെന്ന് ഞാൻ പറയുന്നുണ്ടെങ്കിലും വിഷമമൊക്കെ ഉണ്ട്. എന്നാലും സാരമില്ല. ഇപ്പം മുത്തശ്ശി പറഞ്ഞില്ലേ അവരങ്ങനെയാണെന്ന്, അതുകൊണ്ട് ഞാനത് സഹിച്ചോളാം മുത്തശ്ശി, എനിക്കതിൽ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ നമ്മുടെ അലീന പറയുക. അത് കേട്ടതും ആകെ സങ്കടപ്പെട്ട് മുത്തശ്ശി ഇങ്ങനെ ഇരിക്കും. എനിക്ക് മനസ്സിലായി മോളെ, നിന്നെ അവൾ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ടല്ലേ. അവിടെ കമല മിണ്ടാതെ വേദനിപ്പിക്കും, ഇവിടെ ഇവള് മിണ്ടിക്കൊണ്ട് വേദനിപ്പിക്കും. രണ്ടുപേരും ഒരേ സ്വഭാവമാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറയട്ടെ, കമലയും വൈജയും നീ കാണുന്ന സ്നേഹമൊന്നുമില്ല. അവർ രണ്ടുപേരും ഏത് നേരം അടിയാ. അതെന്താ മുത്തശ്ശി അങ്ങനെ പറഞ്ഞേ? ഞാൻ അവിടെ കണ്ടപ്പോൾ രണ്ടുപേരും നല്ല സ്നേഹമായിരുന്നല്ലോ. അതൊക്കെ വെറുതെ ബോധിപ്പിക്കാൻ വേണ്ടിയാന്നേ. കമലയെ കണ്ണെടുത്താൽ കണ്ടൂടാ വൈജയ്ക്ക്. അവളെ എന്നെ അവിടെ കൊണ്ടിട്ടേച്ചു മരിയാക്കി നോക്കത്ത് പോലുമില്ല. അത് മോള് കണ്ടതല്ലേ. മോൾ അവിടെ വന്നപ്പോൾ ആ മുറി എങ്ങനെയാ കിടന്നത്? അതെ, കമലയുടെ കുഴപ്പമാണ്. അവൾക്ക് എന്നെ കണ്ണെടുത്താൽ കണ്ടൂടാ. അല്ലെങ്കിലും മരുമക്കൾക്ക് അങ്ങനെയാണല്ലോ. അമ്മായിയമ്മമാരെ തീരെ പിടിക്കില്ല. എനിക്ക് ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് എല്ലാം വെച്ച് വിളമ്പി ഞാൻ അവൾക്ക് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പോലും ഞാനൊന്ന് കിടപ്പിലായപ്പോൾ ദേ കിടക്കുന്നു. എൻ്റെ കാര്യം കട്ടപ്പോകാം. പിന്നെ ഇത്തിരിയെങ്കിലും എന്നെ സ്നേഹത്തോടെ നോക്കുന്നത് എൻ്റെ വൈജമോളാ. അവളിങ്ങനെയൊക്കെ വിളിച്ചു പറയുമെങ്കിലും ഞാനതൊന്നും കാര്യമായിട്ട് എടുക്കാറില്ല. എന്നെ തന്നെ എന്തൊക്കെ പറയുന്നു എൻ്റെ ഈശ്വര. ചില സമയത്ത് അവളുടെ മുഖത്തൊന്ന് കൊടുത്താലോ, ഞാനല്ലേ അവളെ പെറ്റതെന്ന് ഓർക്കും. പിന്നെ വിചാരിക്കും എന്തൊക്കെ പറഞ്ഞാലും മനസ്സിലൊന്നുമില്ല. അതെ, ഈ മനസ്സ് തുറന്ന് സംസാരിക്കുന്നവരും മുഖത്ത് നോക്കി കാര്യങ്ങൾ പറയുന്നവരും പാവങ്ങളാ മോളെ. അവരുടെ മനസ്സിലൊന്നും ഉണ്ടാവില്ല. അതറിഞ്ഞതുകൊണ്ടാണ് മുത്തശ്ശി വെറുതെ വിട്ടത് അവളെ. പിന്നെ അത് മാത്രമല്ല, കമല അങ്ങനെയല്ല. അവളെ ഭയങ്കര വില്ലത്തിയ, മനസ്സിലെല്ലാം അടുക്കി വയ്ക്കും. പിന്നെ പുറത്ത് കാണിക്കാതെ ഉള്ളിൽ അത് വെച്ചുകൊണ്ട് തന്നെ ഞങ്ങളെ കുത്തും. എന്നെ കുത്തും കൂടുതൽ. പാവം എൻ്റെ കുഞ്ഞുമോൻ ചേട്ടൻ എങ്ങനെയാണ് മരിച്ചതെന്നറിയാം മോളെ. മുറിയിൽ ഒറ്റയ്ക്ക് ആരുമില്ലാത്ത അവസ്ഥ. മനു ഉണ്ടായിരുന്നപ്പോൾ അവൻ കൂടെ തന്നെ ഇരിക്കുമായിരുന്നു. അവൻ ബാംഗ്ലൂരിലേക്ക് പോയപ്പോൾ എൻ്റെ കുഞ്ഞുമോൻ ചേട്ടനൊന്ന് ഭക്ഷണം കൊടുക്കാനോ എൻ്റെ കുഞ്ഞുമോൻ ചേട്ടനെ ഒന്ന് നോക്കാനോ ഒന്ന് ആശ്വസിപ്പിക്കാനോ ആ മുറി വൃത്തിയാക്കാനോ ഒന്നും
ആരും ഉണ്ടായിരുന്നില്ല. കമലയ്ക്കും അവളുടെ മകള് രഞ്ജുവിനും വയസ്സായ അവരും ഇങ്ങനെയൊക്കെ തന്നെ ആവുമെന്ന് അവർ ചിന്തിക്കുന്നില്ല മോളെ. എന്നാലും അതൊക്കെ ഓർത്തപ്പോൾ എൻ്റെ കുഞ്ഞുമോൻ ചേട്ടൻ പോയിക്കോട്ടെ എന്ന് എനിക്കൊരു സങ്കടം ഉണ്ടായിരുന്നു. പോയിരുന്നെങ്കിലോ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിട്ടുമുണ്ട്. കാരണം ഈ നരകത്തിൽ കിടന്ന് വേദനകൾ അനുഭവിക്കുന്നതിനേക്കാൾ നല്ലതല്ലേ മോളെ മരിച്ച് മുകളിലേക്ക് പോകുന്നത്. അത് കേട്ടതും അയ്യോ മുത്തശ്ശി, അദ്ദേഹം ഒരു പാവമായിരുന്നു. ഞാൻ അദ്ദേഹത്തിൻ്റെ കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിയിട്ടുണ്ട്. ആന്നോ? കുഞ്ഞുമോൻ അദ്ദേഹം മോളുടെ അടുത്ത് വന്നിട്ടുണ്ടോ? ഞങ്ങളുടെ സ്നേഹനികേതനത്തിൽ വർഷാവർഷം നല്ലൊരു തുക തരുന്ന ആളായിരുന്നു കുഞ്ഞുമോൻ സാറ്. മുത്തശ്ശൻ എന്നെ അവിടെ വന്ന് കണ്ടായിരുന്നു. അവിടെ വന്ന് കണ്ടിട്ടാ മുത്തശ്ശിയെ നോക്കണമെന്നൊക്കെ പ്രജിതാമ്മയോട് പറഞ്ഞത്. ഞാനവിടെ രോഗികളെയൊക്കെ പരിചരിക്കുന്നത് കണ്ടപ്പോൾ മുത്തശ്ശന് ഒരുപാട് സന്തോഷമായി. മുത്തശ്ശൻ എന്നെ ചേർത്ത് പിടിച്ചു. ഞാൻ കാലിൽ വീണ അനുഗ്രഹം മേടിച്ചപ്പോൾ മുത്തശ്ശൻ എന്നെ മനസ്സാൽ അനുഗ്രഹിച്ചു. അത് കണ്ടതും അദ്ദേഹം അങ്ങനെയാ മോളെ. നല്ലവരെ കണ്ട അദ്ദേഹത്തിന് പെട്ടെന്ന് മനസ്സിലാവും. നല്ലവരെ കൂടെ നിർത്തും, ചേർത്ത് നിർത്തും. അത്രയ്ക്ക് നല്ല മനസ്സുള്ള ഒരാളാണ്. എന്നിട്ടും അദ്ദേഹത്തിൻ്റെ മനസ്സ് കാണാൻ അവിടെയുള്ള കമലയ്ക്ക് കഴിഞ്ഞില്ല. സാരമില്ല, എത്രയൊക്കെ ആയാലും മരുമകളല്ലേ, മകളാവില്ലല്ലോ. ഇന്നത്തെ കാലത്ത് ആരെയും വിശ്വസിക്കരുത് മോളെ, ആരെയും ആശ്രയിക്കരുത്. ഇപ്പം തന്നെ കണ്ടില്ലേ, എൻ്റെ മോളും മരുമോളും അല്ല, നീ എന്നെ പൊന്നു പോലെ നോക്കുന്നേ. ഒരു സത്യം ഞാൻ പറയട്ടെ, എൻ്റെ വൈജമോള് നോക്കിയാൽ പോലും നീ നോക്കുന്നത് പോലെ എന്നെ നോക്കില്ല എന്നൊക്കെ പറയാം. അങ്ങനെയൊന്നും പറയണ്ട മുത്തശ്ശി. വൈജ മാഡം മുത്തശ്ശിയുടെ മോളാ. അങ്ങനെയുള്ളപ്പോൾ ആ മോളെ കുറ്റപ്പെടുത്തി എന്നെ ഒരിക്കലും ഉയർത്തരുത്. അത് കേട്ടതും ഞാനുള്ള കാര്യമല്ലേ മോളെ പറഞ്ഞത്. അതൊക്കെ ആയിക്കോട്ടെ, പക്ഷെ എന്തൊക്കെയാണെങ്കിലും ഇങ്ങനെയൊക്കെ പറയുന്നത് തെറ്റാ മുത്തശ്ശി. നിന്നെക്കൊണ്ട് മാത്രമേ ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ കഴിയൂ. ഒരു പക്ഷേ നിന്നെ പ്രസവിച്ച നിൻ്റെ അമ്മയാണ് നിന്നെ വളർത്തിയിരുന്നെങ്കിൽ നീ ഇത്രയ്ക്ക് മിടുക്കിയാകില്ലായിരുന്നു. ഇതെല്ലാം നിൻ്റെ പ്രജിത മമ്മിയുടെ കഴിവാ, പ്രജിത മമ്മിയുടെ നല്ല മനസ്സാ നീ ഇപ്പം ഞങ്ങളുടെ മുൻപിൽ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിന്റെ പ്രജിത മമ്മി നിന്നിലൂടെ ഞങ്ങളുടെ മുൻപിൽ ജീവിക്കുകയാണല്ലോ മോളെ എന്ന് മുത്തശ്ശി പറയുക. അതെ മുത്തശ്ശി, പ്രജിത മമ്മിയെ നല്ല മമ്മിയായിരുന്നു. ഞങ്ങൾക്ക് അമ്മ ഇല്ലെങ്കിൽ പോലും ഒരു സങ്കടവും മനസ്സിൽ തോന്നിയിട്ടില്ല. കാരണം എന്താണെന്നറിയാമോ, ഞങ്ങളുടെ അമ്മയും അച്ഛനും ചേച്ചിയും അനിയനും ചേട്ടനും എല്ലാം ഞങ്ങളുടെ പ്രജിത മമ്മിയായിരുന്നു. പ്രജിത മമ്മി ഞങ്ങൾക്ക് തന്ന സ്നേഹം എല്ലാം കൂടെ ചേർന്നതായിരുന്നു. തെറ്റ് കണ്ടാൽ ശാസിക്കുകയും നല്ലത് പറഞ്ഞു തരികയും നന്മ ചെയ്ത് വളരണമെന്നും ജീവിക്കണമെന്നും പഠിപ്പിച്ചു തരികയും ചെയ്ത ഞങ്ങളുടെ പ്രജിത മമ്മി ഇന്നും ജീവിക്കുന്നത് ഞങ്ങളുടെ ഹൃദയത്തിലാണ്. മരിച്ചിട്ടില്ല, മരിച്ചു പോയിട്ടില്ല. ഞങ്ങളുടെ ഈ ഹൃദയത്തിലുണ്ട് എന്നും എപ്പോഴും എല്ലായ്പ്പോഴും എന്നും പറയുക. പ്രജിത മമ്മി മരിച്ചില്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്കൊന്നും പിരിയേണ്ടി വരില്ലായിരുന്നു. പ്രജിത മമ്മിയുടെ രോഗമാണ് ഞങ്ങളെ എല്ലാവരെയും പലയിടങ്ങളിലാക്കിയത്. എനിക്ക് ഒരു അനിയത്തിക്കുട്ടിയുണ്ട്, രേവതിക്കുട്ടി. അവളെയും വേറൊരു വീട്ടിൽ ജോലിക്ക് നിർത്തിയിരിക്കുക. ഈശ്വര, ഇത്രയൊക്കെ സങ്കടങ്ങൾ നിൻ്റെ ജീവിതത്തിലുണ്ടല്ലേ? അതെ മുത്തശ്ശി, എല്ലാ സങ്കടവും മനസ്സിലടക്കി വെച്ചുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ടേക്ക് പോകുന്നത്. ഇവിടെ വന്നപ്പോൾ ചില പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ രേവതിക്കുട്ടിയെ കൊണ്ടുപോയവരെ നല്ല സ്നേഹത്തോടെയാണ് അവളെ നോക്കുന്നത്. അതുപോലെയുള്ള വീടായിരിക്കും ഇതൊന്നും കരുതി. പണക്കാരുടെ വീട്ടിലൊക്കെ എന്നും സന്തോഷമൊക്കെ ആയിരിക്കുമെന്നാണ് കരുതിയത്. പക്ഷേ ഇവിടെ എൻ്റെ ജീവിതം മാറിപ്പോയി. ഒരുപക്ഷെ ഞാൻ എന്ത് പാപം ചെയ്തിട്ടാണെന്ന് എനിക്കറിയില്ല. അല്ല മുത്തശ്ശി ഇങ്ങനെയൊക്കെ? അതൊക്കെ മാറുമോളെ, നീ ഇവിടെ നിന്ന് നോക്ക്. നിനക്ക് പോക എല്ലാം മനസ്സിലാവും. വൈജമോളും കൃഷ്ണയും ബബിതയും ശരത്തും ഒക്കെ നിൻ്റെ പ്രിയപ്പെട്ടവരാവും. എന്തായാലും നീ ഇവിടെ തന്നെ ഉണ്ടാവും, മുത്തശ്ശിയുടെ കാലം ഉള്ളിടത്തോളം കാലം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മുത്തശ്ശി അലീനയെ ചേർത്ത് പിടിക്കുക. ഈ സമയം പിന്നീട് അലീന അടുക്കള ജോലിയൊക്കെ ചെയ്യാനായിട്ട് അങ്ങോട്ട് പോവുക. അപ്പോൾ വൈജ അങ്ങോട്ട് വരിക. അമ്മയ്ക്കൊന്നും കഴിക്കാൻ വേണ്ടേ? അവളൊന്നും കൊണ്ടു തന്നില്ലേ? അവളിപ്പോൾ വരും മോളെ, എന്തൊക്കെയോ പണിയുണ്ടെന്നും പറഞ്ഞ് അങ്ങോട്ട് പോയി. സാരമില്ല, ചെയ്യട്ടെ, പാവം. അതെ, ഇവിടെ വന്ന അമ്മയെ മാത്രം നോക്കിയിരിക്കുന്നതിന് കാശ് കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അടുക്കള ജോലിയും വീട് തൂത്തു തുടക്കുന്ന ജോലിയും ഒക്കെ ചെയ്യട്ടെ. അതെന്താ വൈജയ നീ അങ്ങനെ പറയുന്നേ? അത് ശരിയല്ലല്ലോ വൈജയ. വീട് തുടയ്ക്കാനും തുണി അലക്കാനും ഒക്കെ കുഞ്ഞുമോളില്ലേ? വേണമെങ്കിൽ വല്ല പാത്രം കഴുകിക്കോ. പിന്നെ എൻ്റെ കാര്യങ്ങൾ നോക്കാനല്ലേ അവളെ കൊണ്ടുവന്നത്. അല്ലാതെ അവളെ കൊണ്ട് എന്തിനാ ഇങ്ങനെ കഷ്ടപ്പെടുത്തിക്കുന്നേ? ബബിതയുടെ പ്രായമല്ലേ ഉള്ളൂ അവൾക്ക്. അത് കേട്ടതും അമ്മ ഇങ്ങനെ അവളെ തലയിലെടുത്ത് വെക്കരുത്, അത് ശരിയല്ല. അവൾക്കൊരു മമ്മി ഉണ്ടായിരുന്നു, പ്രജിത എന്ന അവരുടെ പേര്. ആ മമ്മിയാണ് അവരെ വളർത്തിയത്. അതിൻ്റെ മിടുക്ക് ആ കുട്ടി കാണിക്കുന്നുമുണ്ട്. പ്രജിത മമ്മി എന്ന് പറയുന്ന അവർ സ്നേഹനികേതനത്തിൻ്റെ ഓണറായിരുന്നു. ഓണറായിരുന്നിട്ട് പോലും
അത്രയും അഹങ്കാരമൊന്നുമില്ലാതെ ആ മക്കളെ എല്ലാവരെയും പൊന്നുപോലെ നോക്കി അലീനയും രേവതിയൊക്കെ വളർത്തിയത് ആ മമ്മിയാണെന്ന് അലീന പറഞ്ഞു. അതുകൊണ്ട് തന്നെ ആ മമ്മി വളർത്തിയതിൻ്റെ ഗുണമാണ് ഇന്ന് അലീനയുടെ കാര്യത്തിലുള്ളത്. എന്തായാലും അലീന മിടിക്കുക മോളെ. അമ്മ കൂടുതൽ അവളെ സപ്പോർട്ടൊന്നും ചെയ്യണ്ട. വേലക്കാരിയുടെ സ്ഥാനത്തിരിക്കണം. ഇത്തിരി തൊലി വെളുപ്പുണ്ടെന്ന് കരുതി അവൾ നല്ലവളാകുമെന്നൊന്നും ഞാൻ കരുതുന്നില്ല. എനിക്കറിയാം അവളെ ഭയങ്കര സാധനം. ഉള്ളിലെല്ലാം അടക്കി വെച്ചുകൊണ്ട് അവൾ നമ്മുടെ മുഖത്ത് നോക്കി സംസാരിക്കും. അമ്മ കണ്ടോ? ഇല്ല മോളെ, അവളൊരു പാവ, അത് നിനക്ക് മനസ്സിലാകും അധികം വൈകാതെ തന്നെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഭയങ്കര സന്തോഷത്തോടെ നമ്മുടെ മുത്തശ്ശി അലീനയെ അവിടെ ഇരുന്ന് വാനോളം പുകഴ്ത്തുക. ഇത് കണ്ടതും സഹിക്കാൻ പറ്റാതെ ഞാൻ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാവില്ല, അമ്മ അവളെ പുകഴ്ത്തുന്നത് കേട്ട് എനിക്ക് കലി കയറുക എന്നും പറഞ്ഞുകൊണ്ട് നേരെ അങ്ങോട്ട് പോവുക. എന്നിട്ട് അവിടെ ഇരുന്നുകൊണ്ട് നമ്മുടെ വൈജ ആലോചിക്കുകയാണ്. അമ്മയുടെ മനസ്സിൽ അവൾ കയറിക്കൂടി. എങ്ങനെയെങ്കിലും അമ്മയുടെ മനസ്സിൽ നിന്നും അവളെ ഇറക്കി വിടണം. അവളെപ്പോലെ ഒരുത്തി ഇവിടെ വീട്ടുജോലിക്ക് വെച്ചത് തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല. പിന്നെ എന്ത് ചെയ്യാനാ, വേറെ വഴിയില്ലാത്തതുകൊണ്ട് വെച്ചിരിക്കുക. അച്ഛൻ പറഞ്ഞതുകൊണ്ട് അച്ഛൻ്റെ ആത്മാവിന് ശാന്തി കിട്ടില്ല അവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിട്ടാലും. അതുകൊണ്ട് ഇതെല്ലാം സഹിച്ചല്ലേ പറ്റൂ. എൻ്റെ ഈശ്വര, എങ്ങനെയെങ്കിലും അവളെ പറഞ്ഞു വിടാനൊരു അവസരം ഉണ്ടാക്കി തരണേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നമ്മുടെ വൈജ ഇങ്ങനെ നിൽക്കുക. ഈ സമയമാണെങ്കിൽ ബാലേന്ദ്രൻ വന്നു. ആഹാ, എന്താ വൈജെ, നീ എന്താ ആലോചിക്കുന്നേ? ഒന്നുമില്ല ബാലേന്ദ്ര. അല്ല, എന്താ ഇത്ര വൈകിയത്? ഓ, ഇന്ന് കുറച്ച് ജോലി തിരക്കായിരുന്നു, അതുകൊണ്ട് വൈകിയതാ. എന്തായാലും പുതിയ വേലക്കാരി എങ്ങനെയുണ്ട്? ഓ, മഹാപവർ. അല്ല, നിങ്ങൾക്ക് എവിടെ നിന്ന് കിട്ടി ഇവളെ? ഭയങ്കര ചെറിയ പെൺകുട്ടി. അത് മാത്രമല്ല അവൾക്ക് നല്ല അഹങ്കാരമുണ്ട്. അഹങ്കാരം? എൻ്റെ വൈജയ, നീ എന്തൊക്കെയാ പറയുന്നേ? എന്തഹങ്കാരം അവൾക്കുള്ളത്? ആ കുട്ടി ഒരു പാവ. ഞങ്ങളല്ലേ അവരെ കൂട്ടിക്കൊണ്ടുവന്നത്. എനിക്ക് മനുവിനും തെറ്റിയിട്ടില്ല. ഞാനും മനുവും നല്ലൊരാളെ തന്നെ കൂട്ടിക്കൊണ്ടുവന്നിരിക്കുന്നത്. ഇതുപോലൊരു സർവൻ്റ് കോടികൾ കൊടുത്താലും നമുക്ക് കിട്ടില്ല. ആ കുട്ടിക്ക് പൈസയൊന്നും കൊടുത്തില്ലെങ്കിലും അതിന് പരാതിയൊന്നുമില്ല. അതെ, നന്നായിട്ട് തന്നെ അമ്മയെ നോക്കും എന്നൊക്കെ പറയണം. പോകെ അറിയാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ വൈജ ഇങ്ങനെ അലീനയെ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരിക്കുക. ഈ സമയം എന്നാൽ നമുക്ക് ഭക്ഷണം കഴിച്ചാലോ? അങ്ങനെ എല്ലാവരും ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ ഭക്ഷണം കഴിക്കാനായിട്ട് നിരന്നിരിക്കുക. അപ്പോഴേക്കും വൈജയ, അതെ അലീനെ, എടി അലീനെ. അപ്പോഴേക്കും അലീന, എന്താ മാഡം, നീ ഞങ്ങൾക്ക് എന്താ കഴിക്കാനെടുത്ത് തരാത്തെ? കഴിക്കാനെടുത്ത് വിളമ്പ്. ഇതൊക്കെ കുഞ്ഞുമോളുടെ ജോലിയല്ലേ, നീ അമ്മയുടെ അടുത്തേക്ക് പോയിക്കോ കൊച്ചേ എന്നും നമ്മുടെ ബാലചന്ദ്രൻ പറയുക. അത് കേട്ടതും വേണ്ട സർ, ഞാൻ വിളമ്പിത്തരാം എന്നും പറഞ്ഞ് അലീന അവർക്കൊക്കെ ഭക്ഷണം വിളമ്പാൻ പോവുക. അല്ല, ഇവൾക്ക് ഏതോ ഒരു മമ്മി ഉണ്ടെന്ന് അമ്മ പറയുന്നത് കേട്ടു. എന്താണ് പ്രജിതയോ അങ്ങനെ എന്തോ പറഞ്ഞത്? ഇവളെ അനാഥാലയത്തിൽ വളർത്തിയത് അവരാണ് പോലും. ഇവളെ പിഴച്ചവളാണ്. പിന്നെ എങ്ങനെയാ ഇവളുടെ മമ്മി പിഴച്ചവളാകാതിരിക്കുന്നത്? അവരും ഇങ്ങനെയുള്ള സ്ത്രീ തന്നെയായിരിക്കും. അങ്ങനെയായിരിക്കും ഇവരെയൊക്കെ വളർത്തി വഷളാക്കിയത്. അപ്പോൾ അലീനയ്ക്ക് കലി കയറി. വേണ്ട, എന്നെക്കുറിച്ച് എന്ത് വേണേലും പറഞ്ഞോ, പക്ഷേ ഞങ്ങളുടെ മമ്മിയെക്കുറിച്ച് ഒരക്ഷരം മിണ്ടിപ്പോരുത്. അത് കേട്ടതും അതെന്താടി നീ അങ്ങനെ പറഞ്ഞത്? എൻ്റെ വീട്ടിൽ എനിക്ക് എന്തും പറയാം. പക്ഷേ 1000 അമ്മമാരെക്കാൾ ഒരു മമ്മി മതി ഞങ്ങൾക്ക്. എത്ര അമ്മ സ്ഥാനം ഉണ്ടെന്ന് പറഞ്ഞ് വന്നാലും ഞങ്ങളുടെ മമ്മിയെപ്പോലെ ആകില്ല. ഞങ്ങളുടെ മമ്മി സത്യസന്ധതയും ആത്മാർത്ഥതയും ഉള്ള മമ്മിയാണ്. ആ മമ്മി ഞങ്ങളെ വളർത്തിയത് പിഴച്ചവളായിട്ടല്ല, നല്ല അന്തസ്സായിട്ട് തന്നെയാണ്. ആ മമ്മി ഒരിക്കലും പിഴച്ചവളാണെന്ന് പറയില്ല ആരും. ആ മമ്മിയെ നിങ്ങൾ പറഞ്ഞ വാക്കുകളുണ്ടല്ലോ, നിങ്ങൾക്ക് അവരുടെ അടുത്ത് പോയി നിൽക്കാനുള്ള അർഹത പോലുമില്ല, അത്രയും യോഗ്യത പോലുമില്ല. എത്ര പണം ഉണ്ടായിട്ടും കാര്യമില്ല. കൊടുക്കാനും മേടിക്കാനും വളർത്താനും നന്നാക്കാനും ഉള്ള മനസ്സ് വേണം. അതുണ്ടെങ്കിലേ ഒരു മനുഷ്യനാകും. പക്ഷേ കുറേ പണം വാരി എറിഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞുകൊണ്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്ന നിങ്ങളൊക്കെ അവരുടെ കാലിൻ്റെ അടിയിലെ മണ്ണിന് പോലും ഒന്ന് തൊടാൻ പോലും യോഗ്യതയില്ലാത്തവരാ. അങ്ങനെയുള്ളപ്പോൾ എൻ്റെ മമ്മിയെക്കുറിച്ച് നിങ്ങൾ സംസാരിക്കരുത്. എന്നെ എന്ത് വേണമെങ്കിലും പറഞ്ഞോ, ഞാൻ സഹിക്കും. പക്ഷേ ഞങ്ങളെ പ്രസവിച്ചിട്ടില്ലെങ്കിലും പൊന്നുപോലെ വളർത്തിയ ഞങ്ങളുടെ മമ്മിയെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാലുണ്ടല്ലോ, സഹിക്കില്ല ഞാൻ. ഒരു തുള്ളി പോലും സഹിക്കില്ല. എൻ്റെ മമ്മിയെ ഒന്ന് പറയാൻ പോലുമുള്ള യോഗ്യതയോ അർഹതയോ നിങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അലീന നമ്മുടെ
വൈജയ്ക്ക് മുൻപിൽ വിരൽ ചൂണ്ടി സംസാരിക്കുകയാണ്. അത് കേട്ടതും ആകെ വയലൻ്റായ അലീനയെ കണ്ട് ഞെട്ടി വൈജ അവിടെ നിന്നും ചാടി എഴുന്നേക്കുവാണ്. ഞാൻ ഇത്രയൊക്കെ സഹിച്ചില്ലേ, നിങ്ങൾ പറയുന്നത് മുഴുവനും കേട്ട് നിന്നില്ലേ, നിങ്ങൾക്ക് വേണ്ടെങ്കിൽ പറഞ്ഞോ, ഞാൻ പോയിക്കോളാം, എനിക്ക് പോകാൻ ഇടമില്ലാതെ ഒന്നുമില്ല. ഞാൻ ആ അനാഥാശ്രമത്തിൽ തന്നെ ജീവിക്കും, എൻ്റെ മമ്മിയുടെ ഓർമ്മകളുമായിട്ട് അവിടെ കഴിയും. പ്രസവിച്ചിട്ട് എന്നെ ഉപേക്ഷിച്ച് പോയ എൻ്റെ അമ്മയെന്ന് പറയുന്ന സ്ത്രീയേക്കാൾ എത്രയോ നല്ലതാണ് ഞങ്ങളുടെ പ്രജിത മമ്മി എന്നറിയാമോ? ഒരിക്കൽ പോലും എൻ്റെ അമ്മയെക്കുറിച്ച് ഓർത്ത് ഞാൻ കരഞ്ഞിട്ടില്ല. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? ഞങ്ങളുടെ പ്രജിത മമ്മിയാ എന്നും പറഞ്ഞുകൊണ്ട് അലീന മൊത്തത്തിൽ അങ്ങ് വയലൻ്റായി. അത് കേട്ടതോടുകൂടെ ആകെ ഷോക്കായി നിൽക്കുകയാണ് വൈജ. ഇതും ഇതിനേക്കാൾ തകർപ്പൻ വിശേഷങ്ങളാണ് നടക്കാൻ പോകുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു.